നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വയറുവേദനയുമായി ചികിത്സ തേടിപ്പോയ ഷിഹാഫ് എന്ന് പറഞ്ഞ ഒരു യുവാവിന് ഉണ്ടായ ഒരു അനുഭവം താങ്കളും അത് ശ്രദ്ധിച്ചിരിക്കും വാർത്തയിൽ. അയാൾക്ക് ഗർഭാശയ ക്യാൻസർ ആണെന്നാണ് അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. എന്ത് തോന്നുന്നു? നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ നമ്പർ 1 കേരളയുടെ ഈ മെഡിക്കൽ കോളേജിന്റെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. യുവാക്കൾക്കും ഗർഭാശയങ്ങളുണ്ട്. വലിയ ആശയമല്ലേ ഇത്? വലിയൊരു ആശയമല്ലേ കണ്ടെത്തിയത്? ഗർഭാശയം ഉണ്ടാവാം, ഗർഭാശയ മുഴയുണ്ടാവാം. ഈ പാവപ്പെട്ട പയ്യൻ ഒരു ചെറുപ്പക്കാരനാണ്. അവന് സഹിക്കാൻ വയ്യാത്ത വയറുവേദന. തിരുവനന്തപുരത്തോടെ തന്നെയാണ്. വയറുവേദനയ്ക്ക് ചികിത്സ നടത്തിയ യുവാവാണ്. അവിടെ സ്കാനിങ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കാനിങ് എന്ന് പറയുന്നത് 10,000 രൂപ അതിൻ്റെ വാങ്ങിക്കും. തീർച്ചയായിട്ടും സ്വകാര്യ സ്കാനിങ് സെന്ററുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 5,000 രൂപ അവൻ്റെ പോയി കിട്ടിയപ്പോൾ കഴക്കൂട്ടം പിന്നെ നെഹ്റു ജംഗ്ഷനിലെ സ്വദേശിയാണ്. കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ IT-യുടെ കേന്ദ്രമാണ്, സൈബർ വാലിയാണ്. അവിടുത്തെ 24 വയസ്സുള്ള പയ്യനാണ്. അവന് ഗർഭാശയ മുഴയെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ട്രോമ എന്താ? അവൻ്റെ പൗരുഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകല്ലേ? ഞാനൊരു പെണ്ണാണോന്നൊരു തോന്നലുണ്ടാവില്ലേ? തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടോ അകത്ത്? ഡോക്ടർമാർ പറയുന്നതല്ലേ, എല്ലാം അറിയാവുന്ന ആൾക്കാരല്ലേ, ഹിപ്പോക്രാറ്റ് സ്വത്ത് എടുത്ത് വരുന്നവരല്ലേ. സ്വകാര്യ സ്കാനിങ് സെന്ററിന്റെ കണ്ടുപിടുത്തമാണോ അല്ലെങ്കിൽ കോളേജിന്റെ? അല്ല, മെഡിക്കൽ കോളേജിന്റെ എന്നാ പറയുന്നത്. അതായത് ഐരാണിമുട്ടത്തുള്ള ഒരു ഹോമിയോ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഗവൺമെന്റിന്റെ. അവിടെ ഇയാൾ ചെന്ന് ഇങ്ങനെ വയറുവേദന നിരന്തരമായിട്ട് വരുക, അല്ല പച്ച മരുന്നും കുടിച്ചിട്ട് വല്ല ആയുർവേദ മരുന്നും കുടിച്ചെന്ന് നോക്കാം. പാവപ്പെട്ട പയ്യനാണെന്ന് വിചാരിച്ചാണ് പോയത്. മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളതെന്ന് വിചാരിച്ചാണ്. അപ്പോഴും വയറുവേദന മാറുന്നില്ല. അപ്പൊ നീണ്ട വയറുവേദന ആയപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് ഒരു സംശയം തോന്നി, ഇത് മൂത്രത്തിൽ കല്ലായിരിക്കും. സ്വാഭാവിക മൂത്രത്തിൽ കല്ല് വരുന്നതിന് വയറിലല്ല വേദന വരുന്നത്, അത് വേറെ സ്ഥലത്താണ് ഇതിന്റെ വേദന വരുന്നത്. അതിന് അവിടെ ഒരു അടിസ്ഥാനപരമായിട്ടൊരു തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, അത് സ്ഥാനം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാം. അതിന്റെ വേദനയുടെ സ്വഭാവം കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു സംഭവമാണത്. പക്ഷെ അവർ പോയിട്ട് നേരെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. ഡോക്ടർ സ്കാനിങ് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. ഫെബ്രുവരി 16 CT സ്കാനിന് എന്ന് പറയുന്നു. അത് മെഡിക്കൽ കോളേജിലാണെന്നും പറയുന്നില്ല. കാരണം മിക്കവാറും അവര് ഈ പുറത്തുള്ളവരുമായിട്ടൊരു ഡീലുണ്ട്. അതനുസരിച്ച് പുറത്തേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവർക്ക് ഏറ്റവും കൂടുതൽ സമ്മാനം അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കുന്ന സ്കാനിങ് സെന്ററിലേക്കാണ് ശുപാർശ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ അവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവിടെ എടുത്തതും ആ സംവിധാനം ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞാണ് എന്തായാലും റിസൾട്ട് ലഭിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ വേദന കുറഞ്ഞാൽ റിസൾട്ട് വാങ്ങിയില്ല. വേദന എപ്പോഴത്തേക്കും കുറഞ്ഞു. അതിനിടെ വീണ്ടും വേദന തുടങ്ങിയപ്പോൾ ഐരാണിമുട്ടത്തെ ഹോമിയോ ആശുപത്രിയിൽ ഷിഹാസ് ചികിത്സ തേടി. കാരണം ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി. നേരത്തെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് അവിടുത്തെ ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോഴാണ് റിപ്പോർട്ട് വാങ്ങാം, ഇത് വേണ്ടാന്ന് വെച്ചിരുന്ന സാധനം പോയി വാങ്ങിച്ചു. മാർച്ച് 16 പിന്നെ പോയത്. വീണ്ടും വയറുവേദന റിക്കർ ചെയ്യുകയാണ്. അപ്പോൾ ഈ റിസൾട്ടുമായിട്ട് ഇന്നലെ ഹോമിയോ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് റിപ്പോർട്ടിൽ ഇയാൾ പെണ്ണാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇയാളുടെ റിപ്പോർട്ട് മാറിപ്പോയതൊന്നും അല്ലല്ലോ, ഇയാളുടെ പേര് അങ്ങനെ സംശയിക്കാൻ വഴിയുണ്ട്. കാരണം നമ്മുടെ സന്ദേശം സിനിമയിലാണോ ഏതോ ഒരു സിനിമയിൽ ഒരു രംഗമുണ്ട് ഇതുപോലെ. അതായത് ആനവാൽ മോതിരം എന്ന് പറയുന്ന സിനിമ, അവിടെ ഒരു സബ് ഇൻസ്പെക്ടറാണ് ശ്രീനിവാസൻ, മരിച്ചുപോയ ശ്രീനിവാസൻ. അദ്ദേഹം സബ് ഇൻസ്പെക്ടറായിട്ട് പേടിയാണ്. എവിടെ ഒരൊച്ച കാണുന്നാലും ആൾക്കാർ തമ്മിൽ അടി നടന്നാൽ റോഡിൽ കമഴ്ന്നും കിടക്കും. കാരണം തനിക്കൊന്നും പറ്റാതിരിക്കുക. സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കോൺസ്റ്റബിളാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ഇയാളുടെ ഈ ധൈര്യം ഭീരുത്വം കണ്ട് ഞെട്ടിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാൾ ജ്ഞാനവാൽ മോതിരം വെച്ചാൽ നമുക്ക് ധൈര്യം കിട്ടുമെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ധൈര്യശാലിയായിട്ട് ഏത് ഭീകരനെയും നേരിടാൻ തക്ക ധൈര്യമായിട്ട് വരിക ശ്രീനിവാസൻ. കാര്യം എന്താണെന്നറിയാമോ? ഇദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് ഈ സാമ്പിളിൽ പേരൊട്ടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. നോക്കിയപ്പോൾ അവിടെ ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാളിൻ്റെ സാമ്പിളാണ്. സാമ്പിളിൻ്റെ പുറത്താണ് ഇയാളുടെ പേര്. അപ്പോൾ ഇയാൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് റിപ്പോർട്ട് വന്നതോടുകൂടി ഇയാൾക്ക് നല്ല ധൈര്യം, ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് എന്തായാലും മരിക്കാൻ പോവാം എന്ന് പറഞ്ഞൊരു ധൈര്യം വന്നതുപോലെ ആ സാമ്പിൾ മാറിപ്പോയതാ. ഇങ്ങനെ സാമ്പിൾ മാറിപ്പോയതാണ് സംശയിക്കുന്നത്. ഇദ്ദേഹം നിർഭാഗ്യത്തിന് ഏതോ ഒരു സ്ത്രീയുടെ സാമ്പിളും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ സാമ്പിൾ. അതാണ് അങ്ങനെ വരാൻ പാടില്ല. തീർച്ചയായും ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. മെഡിക്കൽ കോളേജ് ആയാലും സ്കാനിങ് സെന്റർ ആയാലും തീർച്ചയായിട്ടും കണ്ടോ, ശ്രീനിവാസന് പറ്റിയ മാറ്റം കുഴപ്പമില്ല. പക്ഷേ
അങ്ങനല്ല പലരും. എന്നാൽ പിന്നെ പോയി ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് പോകും. തനിക്ക് ഗർഭാശയം മുഴ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് നയിച്ചേക്കാതെ. തീർച്ചയായിട്ടും ഈ ഗർഭാശയം ഉണ്ടെന്ന് പറയുന്നത് നേരിടാൻ ആണുങ്ങൾക്ക് ആണായിട്ടിരിക്കുന്ന ആൾക്ക് പ്രയാസമായിരിക്കും. കാരണം അത് എന്തോ കോംപ്ലിക്കേഷൻ തൻ്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞതാണ്, തെറ്റാൻ വഴിയില്ല. യന്ത്രം അയാളുടെ ഒരു പേഴ്സണൽ ട്രോമയാണത്. പക്ഷെ എന്നാലും അത് വളരെ ഗൗരവമുള്ളതാണ്. ഒരു മനുഷ്യനെ ഒരിക്കലും അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എത്തിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പം ഒരു കാര്യം ഗുണം കിട്ടി കേട്ടോ. തെറ്റിപ്പോയത് കൊണ്ട് ഇതിന് മുടക്കിയ പണം 4,000 രൂപ വരും അല്ലേ? ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉണ്ടായ അപമാനം അതതിന്റെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കേണ്ടത് പൈസ തിരിച്ചു കൊടുക്കുന്നതിലല്ല. ഇനിയും ഇതുപോലെ സംഭവിക്കും. അത് ഗുരുതരമായി എന്ത് ചെയ്യും? ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ച കാര്യം നമുക്ക് ഒരാളിനെ ക്യാൻസറിന്റെ ചികിത്സയും കൊടുത്താൽ ക്യാൻസർ ഒന്നുമില്ല അങ്ങ് കൊടുത്തു. അപ്പൊ ഈ റിപ്പോർട്ടുകളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. നമ്മളിതിന് ഒരു പരിഹാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം മെഡിക്കൽ കോളേജും നമ്മുടെ കേരള ആരോഗ്യമന്ത്രിയുമാണ് ഈ കാര്യത്തിൽ ശ്രമിക്കുക. എല്ലാ കാര്യത്തിലും വാചാലമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വന്ന് തള്ളുന്ന ന്യായീകരണങ്ങൾ തള്ളുന്ന മന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കേട്ടില്ല. ഇത് വളരെ ഗുരുതരമായിട്ടൊരു കോളേജിലെ ഇത്തെ അവസ്ഥ ഇപ്പൊ പറയണ്ട. ICU തുണി മറച്ച് ആണ് ICU ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്തൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? ICU വർത്തിക്കുന്നത് തുണി മറച്ച് ഒരു ഭാഗത്താണ്. അത്രയ്ക്കേ ഉള്ളൂ അവിടെ ഗൗരവം. അതിനേക്കാൾ ഗൗരവപ്പെട്ട ഒരു കാര്യം, ഈ ICU-വിനകത്ത് കിടക്കുന്ന രോഗികൾക്ക് മുമ്പിലിരുന്നാണ് യുവ ഡോക്ടർമാരുണ്ടല്ലോ അവിടെ നിന്ന് ശൃംഗരിക്കുന്നു. യുവ ഡോക്ടർമാരെ ആണും പെണ്ണും കൂടെ കൂട്ടി ഒരിക്കൽ ജീവന് വേണ്ടി കിടന്ന് പിടയുകയാണ്. പ്രാണം പിടയുന്ന സമയത്താണ് അവിടെ ശൃംഗാരം ഇവരുടെ നടക്കുന്നത്. കാരണം ആരും കാണില്ലല്ലോ, മറയുണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇതൊക്കെ വളരെ 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 മോശമായിട്ടുള്ള മെഡിക്കൽ സംസ്കാരമാണ്. മെഡിക്കൽ എത്തിക്സിന് ഹിപ്പോക്രാറ്റിസ് ഓത്തിനും ചേരാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ജെൻസി ആയിട്ടുള്ള ഡോക്ടർമാർ നിർവഹിക്കുന്നതെന്ന് പരക്കെ രോഗികൾ തന്നെ പരാജയപ്പെടുന്നു. ഞാനതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എത്ര അസുഖം വന്നാലും എന്നെ ICU-വിനകത്ത് കൊണ്ടിടല്ലേ. അല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങ് മരിച്ചോളാം. ICU-വിന്റെ സപ്പോർട്ടും വേണ്ട, ലൈഫ് സപ്പോർട്ടുകളും വേറൊന്നും വേണ്ട. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനത്തിയാണ് തിരിക്കുക. പലരും ഇപ്പൊ വെന്റിലേറ്ററും വേണ്ട. വയസ്സായി കഴിഞ്ഞാല് എന്നെ ICU-വിനകത്ത് ഇടല്ലേ ഇപ്പോഴും പലരും വില്ലഴിക്കാറുണ്ട്. അത്ര മഹത്താണ് നമ്മുടെ. അത് നല്ല കാര്യമാണ്. ഇതിനകത്ത് പോയിട്ട് അവിടെ ഒന്ന് ശൃംഗരിക്കുന്ന ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കും. തീർച്ചയായിട്ടും അന്തസ്സായിട്ട് മരിക്കുന്നതല്ല. ഡിഗ്നിറ്റി, മരിക്കുമ്പോഴും ജീവിക്കുമ്പോഴുള്ള ഡിഗ്നിറ്റി വേണം ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മരിക്കുമ്പോഴും ഒരു ഡിഗ്നിറ്റി വേണ്ടേ? ആ ഡിഗ്നിറ്റി വേണം. എന്തായാലും ഷിഹാസിന് പറ്റിയത് ചെറുപ്പക്കാരനാണ്. അതുപോലെ ഇപ്പോൾ വേറൊരു കാര്യം, ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. 10 മിനിറ്റിനകം ശരിയായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അസുഖം എന്നുള്ളത് പറയുന്നത്? എന്തായാലും മെഡിക്കൽ രംഗത്തെ വല്ലാത്ത ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അത് അശ്രദ്ധയുടെ അസുഖമാണ്. അത് എത്രയും വേഗം പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിയാണ്. നമ്മുടെ പത്രങ്ങളിലും തെറ്റ് വരാറുണ്ട്, വാർത്തകൾ തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ അതുകൊണ്ടൊരു ജീവൻ നഷ്ടപ്പെടുന്നില്ല. മനഃപൂർവ്വമുള്ള ഡിസ്ഇൻഫർമേഷൻ കൊണ്ട് മാത്രമേ ജീവൻ നഷ്ടപ്പെടും. പക്ഷേ ഇവിടെ ഒരാളിൻ്റെ ജീവൻ കൊണ്ടാണ് തങ്ങൾ കളിക്കുന്നതെന്ന് സ്കാനിങ്, റേഡിയോളജി, അതുപോലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ വേണം. നമുക്ക് പണ്ടേ അറിയാം, പിന്നെ കത്രിക വയറിനകത്തിട്ട് ശസ്ത്രക്രിയ കൂട്ടിക്കെട്ടി അതുപോലൊരു അനാസ്ഥ, തുണി, കയ്യുറ ഇതെല്ലാം തന്നെ നിക്ഷേപിക്കാനുള്ള വെളിയിടമല്ല, അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ അല്ല ഒരാളിന്റെ ശരീരം. അത് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ്. റിസൾട്ടുകൾ പെണ്ണിന്റെ റിസൾട്ട് ആണിനും, ആണിന്റെ റിസൾട്ട് പെണ്ണിനും കൊടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു അവ്യവസ്ഥിതി ഉണ്ടാകും. അത് വല്ലാത്ത കാറ്റസ്ട്രോഫിയിലേക്ക് നയിക്കുക. നിസ്സാരമായ കയ്യബദ്ധം എന്ന് പറഞ്ഞ് കളയാവുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ല. അതിന് മുടക്കിയ തുക തിരിച്ചു കൊടുത്തുകൊണ്ട് തീരില്ല. നമ്മുടെ വ്യവസ്ഥ എത്രമാത്രം ജീർണമാണ്. സിസ്റ്റം ഫെയിലുവർ. അത് ഫെയിലുവർ അല്ലാതെ സക്സസ് ആക്കേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും രോഗികളല്ല, അവിടെ മന്ത്രിയാണ്. അതെ, സിസ്റ്റം ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രിയെ നമ്മുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.